ഞാൻ ഡോക്ടർ PL അനിൽകുമാർ. ഞാൻ നിങ്ങളോട് ഇപ്പോൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് വളരെ നിർണായകമായൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഹയർ സെക്കൻഡറിയുടെ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ നിരവധി കുട്ടികൾ അടുത്ത ഏത് കോഴ്സിന് ചേരണം എന്ന് ആശങ്കപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനൊരു വലിയ വിദ്യാർത്ഥി സമൂഹം കേരളത്തിലുണ്ട്. പലർക്കും ഏത് കോഴ്സിനാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, എന്താണ് ആ കോഴ്സിന് ചേരാനുള്ള എലിജിബിലിറ്റി, എവിടെയൊക്കെയാണ് ഈ കോഴ്സുകൾ പഠിക്കാൻ കഴിയുക, എത്രയാകും ഇതിൻ്റെ ഫീസ് തുടങ്ങി നിരവധി ആശങ്കകൾ നിലനിൽക്കുന്നൊരു സാഹചര്യം. നമുക്കറിയാം, നിരവധി കുട്ടികൾ വളരെ പ്രതീക്ഷയോടെ നീറ്റ് UG പരീക്ഷ എഴുതി കാത്തു നിൽക്കുകയാണ്. റിസൾട്ട് വരാൻ ഇനിയും വൈകും. ഈ സാഹചര്യത്തിൽ ഹയർ സെക്കൻഡറിയുടെ റിസൾട്ട് പ്രഖ്യാപിച്ച് നീറ്റ് UGയുടെ റിസൾട്ട് വരാൻ വൈകുന്ന ഈ അവസരത്തിൽ നിരവധി വ്യത്യസ്തമായ പ്രൊഫഷണൽ കോഴ്സുകളിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ചേർന്ന് പഠിച്ച് മികച്ച സാധ്യതകളുള്ള കോഴ്സുകളിൽ ചേർന്ന് പഠിക്കാനുള്ള ഒരു അവസരമാണ് വന്നിട്ടുള്ളത്. അതിലേറ്റവും പ്രാധാന്യമേറിയ കോഴ്സും ഏറ്റവും സാധ്യതയുള്ള തൊഴിൽ സാധ്യതയും ഉപരിപഠന സാധ്യതയും ഏറ്റവും അധികം ഡിമാൻഡിങ്ങുമായിട്ടുള്ള കോഴ്സാണ് നഴ്സിംഗ് പഠനം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ എവിടെയാണ് നഴ്സിംഗ് പഠിക്കാൻ പറ്റുക, അതിന് ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, കേരളത്തിൽ അതിന് സാധ്യതയുണ്ടോ, കേരളത്തിൽ നമുക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ ഇത് പഠിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളാണ് കുട്ടികൾ ചോദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഇത്തരം ആശങ്കകൾക്കുള്ള ഒരു പരിഹാരമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. കേരളത്തിൽ നഴ്സിംഗ് പഠനത്തിന് ഹയർ സെക്കൻഡറിയുടെ റിസൾട്ട് വന്നാൽ നമ്മൾ അപേക്ഷിക്കേണ്ടത് LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി വഴിയാണ്. കേരളത്തിൽ ഹയർ സെക്കൻഡറിയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നഴ്സിംഗ് പഠനത്തിന് അഡ്മിഷൻ കിട്ടുന്നത്. കേരളത്തിലെ നഴ്സിംഗ് കോളേജുകളുടെയും മെഡിക്കൽ കോളേജുകളുടെയും എണ്ണം പരിശോധിച്ചാൽ 160-ൽ താഴെയാണ് സ്ഥാപനങ്ങളുള്ളത്. ഈ സ്ഥാപനങ്ങളിൽ ഏകദേശം 10,000-ൽ താഴെ സീറ്റുകളാണ് നഴ്സിംഗ് പഠനത്തിനായി ബാക്കിയുള്ളത്. അപ്പോൾ എങ്ങനെയാണ് കേരളത്തിലെ LBS സെൻറ്റർ വഴി നമ്മൾ അപേക്ഷിക്കുക? അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്? 50% മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങളിൽ ഉണ്ടാകണം, മിനിമം മാർക്കാണ്. അതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷ് എന്ന വിഷയത്തിൻ്റെ മാർക്ക് കൂടി ചേർത്തിട്ട് ഒരു ഇൻഡെക്സ് മാർക്ക് LBS തയ്യാറാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയാണ് സാധാരണയായി കേരളത്തിലെ ഈ 2025-ൽ നടക്കുന്ന പ്രോസസ്സ്. കഴിഞ്ഞ 2024-ലെ അഡ്മിഷൻ അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 100% മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് തുടങ്ങിയ വിഷയങ്ങൾക്ക് വാങ്ങി ഹൈ ഇൻഡെക്സ് മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് മാത്രമാണ് കേരളത്തിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. 95%-നും 100%-നും ഇടയ്ക്കാണ് ഏറ്റവും കൂടുതൽ റിസർവേഷൻ കാറ്റഗറി അല്ലാത്ത കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ 95-ൽ താഴെ 95-നും 90%-നും ഇടയ്ക്ക് മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് മറ്റ് റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ ഏകദേശം 95,000-നും 1,00,000-നും ഇടയിൽ കുട്ടികൾ ആപ്ലിക്കൻ്റായി വരുന്നുണ്ട്. 2024-ലെ അവസ്ഥ അതാണ്. 2025-ൽ ഒരു പക്ഷേ അതിനേക്കാൾ കൂടാം. അപ്പം നമ്മൾ മനസ്സിലാക്കണം, 10,000-ൽ താഴെ സീറ്റുള്ള സ്ഥലത്ത് 1,00,000-ഓളം കുട്ടികൾ അപേക്ഷിക്കുന്നു. അപ്പോൾ ബാക്കി 90,000 കുട്ടികൾക്കും കേരളത്തിൽ നഴ്സിംഗ് പഠനത്തിന് അവസരം ഇല്ലാതാകുന്നൊരു സാഹചര്യം നമുക്ക് ഒരു യാഥാർത്ഥ്യമായി മനസ്സിലാക്കാം. അപ്പോൾ ഈ 90,000 കുട്ടികൾ നിരാശരാകേണ്ട ആവശ്യമില്ല. അവിടെയാണ് കേരളം കഴിഞ്ഞാലും നമുക്ക് ഈ വലിയ തൊഴിൽ മേഖലയിലേക്ക് പോകുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്കിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നമുക്ക് നഴ്സിംഗ് പഠിക്കാനുള്ള അവസരമുണ്ട്? അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്? അതിനെന്തെങ്കിലും എൻട്രൻസ് ടെസ്റ്റ് നമ്മൾ പാസ്സാകേണ്ടതുണ്ടോ? എത്ര രൂപയാകും അതിൻ്റെ ഫീസ്? ആ കോളേജുകളുടെ അഫിലിയേഷൻ എങ്ങനെയാണ്? ആ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാൻ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിൽ തന്നെ ഞാൻ വിശദമാക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, കേരളത്തിൽ ഒരുപക്ഷെ നമുക്ക് നഴ്സിംഗ് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് മറ്റൊരുപാട് സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്.
അതിലേറ്റവും സാധ്യതയുള്ള 2 സംസ്ഥാനങ്ങളാണ് കർണാടകവും തമിഴ്നാടും. ഞാൻ ആദ്യം കർണാടക സംസ്ഥാനത്തിലേക്ക് വരാം. കർണാടക സംസ്ഥാനത്തിൽ സ്ഥിതി കേരളത്തേക്കാൾ വ്യത്യസ്തമാണ്. 600-ലധികം അംഗീകൃത നഴ്സിംഗ് കോളേജുകൾ കർണാടകത്തിലുണ്ട്, മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം അവിടുത്തെ സീറ്റിൻ്റെ വർധനവ് എത്രത്തോളം ഉണ്ടാകുമെന്ന്. ഏകദേശം 50,000-ഓളം സീറ്റുകളാണ് കർണാടകത്തിൽ നഴ്സിംഗ് പഠിക്കാനായിട്ട് ലഭ്യമായിട്ടുള്ളത്. കേരളത്തിൽ 10,000 ആകുമ്പോൾ കർണാടകത്തിൽ 50,000 സീറ്റുകൾ ലഭ്യമാണ്. അപ്പോൾ കേരളത്തിൽ അഡ്മിഷൻ കിട്ടാതെ നിരാശരായി നിൽക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് കർണാടകം ഒരു വലിയ ചാൻസാണ്. ആ ചാൻസ് എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നഴ്സിംഗിൻ്റെ സാധ്യത. അപ്പോൾ എന്തുകൊണ്ടാണ് കർണാടകം നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത്? അവിടെയാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. എന്തിന് കർണാടകം? കർണാടകം പ്രിഫർ ചെയ്യുന്നതിന് നമുക്ക് ഏറ്റവും പ്രാധാന്യത്തോടെ പറയേണ്ടത് ഏറ്റവും നല്ല ക്ലിനിക്കൽ സൗകര്യം കിട്ടുന്ന ആശുപത്രികൾ, നഴ്സിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, ഏറ്റവും നല്ല ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുന്ന സ്ഥാപനങ്ങൾ, ഇൻ്റർനാഷണൽ കോൺഫറൻസുകളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം, നിങ്ങളുടെ ലാംഗ്വേജ് എഫിഷ്യൻസി വർദ്ധിക്കാനുള്ള സാഹചര്യം. അതുപോലെ തന്നെ അതെന്തുകൊണ്ടെന്ന് കൂടി പറയാം. വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് പഠിക്കാൻ വരുന്ന കുട്ടികളാണ് കർണാടകത്തിലുള്ളത്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്, കർണാടകക്കാരായ കുട്ടികളുണ്ട്, കേരളത്തിലുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നത് ഇംഗ്ലീഷ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് എഫിഷ്യൻസി വർദ്ധിക്കും. അതൊരു പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിൽ പോയി, വിദേശ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒക്കെ പോയി നിങ്ങൾക്ക് തൊഴിലെടുക്കുന്നതിന് നിങ്ങളുടെ ലാംഗ്വേജ് ഫ്ലുവൻസി നിങ്ങൾക്ക് ആവശ്യമായി വരും. അതിന് ഏറ്റവും പ്രയോജനപ്പെടുന്നത് കർണാടകം പോലുള്ള സംസ്ഥാനത്ത് നഴ്സിംഗ് പഠിക്കുന്നത് നിങ്ങൾക്കേറെ പ്രയോജനം ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ അതിലുപരി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കർണാടകത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ നഴ്സിംഗ് കോളേജുകളും എല്ലാ മെഡിക്കൽ കോളേജുകളും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസ് എന്ന ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ്. ആദ്യത്തെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് ഞാൻ ഉദ്ദേശിച്ചതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം ഒരു സംസ്ഥാനത്ത് മെഡിക്കൽ കോഴ്സുകൾക്ക് വേണ്ടി മാത്രം ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാകണം എന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം വന്നപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി കർണാടക ഗവൺമെൻറ്റാണ് എല്ലാ മെഡിക്കൽ കോഴ്സുകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ വളരെ പ്രീമിയർ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലായിരിക്കും കർണാടകത്തിൽ നിങ്ങൾക്ക് മെഡിക്കൽ കോഴ്സ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ പ്രിവിലേജാണ്. മാത്രമല്ല ആ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റിന് വളരെയധികം വാലിഡിറ്റി ഉണ്ട്. ഇനി ഞാൻ കർണാടകത്തിലെ നഴ്സിംഗ് കോഴ്സിൻ്റെ എലിജിബിലിറ്റിയിലേക്ക് വരാം. കർണാടകത്തിൽ നിങ്ങൾക്ക് BSc നഴ്സിംഗ് പഠിക്കുന്നതിന് 45% മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾക്ക് അഗ്രിഗേറ്റായി വേണം. മീൻസ് മൂന്നും കൂടി ചേർത്ത് 45% മാർക്ക്. അത് മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഈ 45% മാർക്ക് വാങ്ങിയാൽ നമ്മൾ എലിജിബിളായി. പക്ഷെ കടമ്പകൾ വേറെയുമുണ്ട്. എന്താണെന്നല്ലേ? അത് മറ്റൊന്നുമല്ല, കർണാടക എൻട്രൻസ് അതോറിറ്റി നടത്തുന്ന ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. KEACET എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര്. കർണാടക എൻട്രൻസ് അതോറിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ഇത് പാസ്സാകണം എന്നാണ് കർണാടക ഗവൺമെൻറ് തീരുമാനം. ഇതൊരു പക്ഷേ നാളെ കേരളത്തിലും വരാം. നിലവിൽ കേരളത്തിലില്ല. അപ്പോൾ ഇത്തരത്തിലൊരു എൻട്രൻസ് ടെസ്റ്റ് നമുക്ക് കർണാടകത്തിൽ പാസ്സാകേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അയ്യോ സാർ, ഞാനിതിന് അപേക്ഷിച്ചിട്ടില്ല, പിന്നെ എനിക്ക് എങ്ങനെ കിട്ടും? ഈ വർഷം എനിക്ക് അഡ്മിഷൻ കിട്ടുമോ? അതിനെന്താ, നിങ്ങളക്കാര്യത്തിൽ വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. കർണാടക എൻട്രൻസ് അതോറിറ്റി നടത്തുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റ് നിങ്ങൾ എഴുതിയിട്ടില്ല, നിങ്ങളൊരു പക്ഷേ അത് ക്വാളിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും കർണാടകത്തിലെ എങ്ങനെയാണ് അവിടുത്തെ അഡ്മിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം ബോധ്യപ്പെടും. ഒന്ന്, ഒരു കോളേജിൽ 100 സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ 60% സീറ്റുകൾ കർണാടക എൻട്രൻസ് അതോറിറ്റി നടത്തുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റിലൂടെ ഫില്ലാക്കും. അവിടെ കേരളത്തിലെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് റിസർവേഷനൊന്നുമില്ല, പ്യുവർ മെറിറ്റാണ്. മെറിറ്റ് അടിസ്ഥാനത്തിലാണ് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുക. അപ്പോൾ 60% സീറ്റ് അങ്ങനെ ഫില്ലാവും. അപ്പോൾ ബാക്കി 40% ഉണ്ട്.
ആ 40%-ൽ 20% സീറ്റുകൾ കർണാടക നേറ്റീവ്സ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ കിട്ടുന്നത്. ബാക്കിയുള്ള 20% കർണാടകത്തിലെ മെഡിക്കൽ കോളേജുകളിലും കർണാടകത്തിലെ മറ്റ് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളിലും ആ 20% സീറ്റുകൾ പ്യുവർലി മാനേജ്മെൻറ്റ് സീറ്റാണ്. അതുപോലെ തന്നെ കർണാടകത്തിലെ ഡീംഡ് യൂണിവേഴ്സിറ്റികളിലും നിരവധി സീറ്റുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്ന് കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് എഴുതാത്തൊരു കുട്ടിക്കും കർണാടകത്തിലെ ഡീംഡ് യൂണിവേഴ്സിറ്റികളിലും കർണാടകത്തിലെ കോളേജുകളിലെ പ്രൈവറ്റ് കോളേജുകളിലെ മാനേജ്മെൻറ്റ് സീറ്റുകളിലും എളുപ്പം അഡ്മിഷൻ കിട്ടും. വളരെ ചുരുങ്ങിയ ഫീസിൽ. ഒരുപക്ഷെ കേരളത്തിൽ നമ്മൾ NRI സീറ്റ് ഉൾപ്പെടെ എടുത്ത് ഡൊണേഷൻ കൊടുത്ത് പഠിക്കുന്നതിനേക്കാളൊക്കെ വളരെ ചെറിയ ഫീസിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള, കർണാടക നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള മികച്ച കോളേജുകളിൽ, മികച്ച പ്രാക്ടിക്കൽ സൗകര്യമുള്ള കോളേജുകളിൽ നമുക്ക് വളരെ എളുപ്പം കുറഞ്ഞ ഫീസിൽ പഠിക്കാനുള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളിനി കേരള LBS വഴി അപ്ലൈ ചെയ്ത് റിസൾട്ട് വരുന്നതുവരെ കാത്തിരുന്നാൽ കർണാടകത്തിൽ ഇത്തരത്തിൽ നമുക്ക് ഡീംഡ് യൂണിവേഴ്സിറ്റികളിലും ഡീംഡ് മെഡിക്കൽ കോളേജുകളിലും പ്രൈവറ്റ് മാനേജ്മെൻറ്റ് സീറ്റുകളിലും ഒക്കെ അഡ്മിഷന് സമയം വൈകിപ്പോകും. അപ്പോൾ എത്രയും വേഗം നിങ്ങളുടെ സീറ്റുകൾ കർണാടകത്തിലെ മികച്ച കോളേജുകളിൽ നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സർവീസ് അക്കാര്യത്തിലെടുക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഏരിയയാണ് തമിഴ്നാട്. തമിഴ്നാട് സ്റ്റേറ്റിലും നിരവധി കോളേജുകളാണ്, ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജുകളുമുണ്ട്. അവിടെയും നമുക്ക് നിലവിൽ 45% ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾക്ക് മാത്രം ലഭിച്ചാൽ മതി. അവിടെയുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികളിലും പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലും തമിഴ്നാട്ടിലും നമുക്ക് അഡ്മിഷൻ കേരളത്തിലെ കുട്ടികൾക്ക് ലഭിക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇത്രയും വലിയ ഒരു സാഹചര്യം നിങ്ങളുടെ മുമ്പിലുള്ളപ്പോൾ നിങ്ങൾ കേരളത്തിൽ നിങ്ങൾക്ക് മികച്ച മാർക്ക് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിഷമം ഉള്ളിൽ വയ്ക്കാതെ ഈ ഒരു വലിയ സാധ്യതയെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്. നിങ്ങൾക്കിനി ഹയർ സെക്കൻഡറിയിൽ ബയോളജി ബേസ് ഇല്ലാത്ത കുട്ടികളുണ്ടാവും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ബയോളജി ബേസ് ഇല്ലാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും, സർ ഞങ്ങൾക്ക് നഴ്സിംഗ് പഠിക്കാൻ പറ്റുമോ? തീർച്ചയായും നിങ്ങൾക്ക് നഴ്സിംഗ് പഠിക്കാം. എങ്ങനെയെന്നല്ലേ, GNM എന്നൊരു നഴ്സിംഗ് കോഴ്സുണ്ട്. അതൊരു ഡിപ്ലോമ കോഴ്സാണ്. ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി 3 വർഷത്തെ കോഴ്സാണ്. ഈ കോഴ്സിൽ +2 കഴിഞ്ഞ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ നിങ്ങളുടെ ഓപ്ഷണലായി എടുത്ത കുട്ടികൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ ഓപ്ഷണലായി എടുത്ത കുട്ടികൾക്ക് തീർച്ചയായിട്ടും 3 വർഷത്തെ GNM കോഴ്സിന് കർണാടകത്തിലും തമിഴ്നാട്ടിലും അഡ്മിഷൻ നേടാനാണ്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഞങ്ങൾ GNM അല്ലേ, ഡിപ്ലോമയല്ലേ, BSc നഴ്സിംഗ് ആവുന്നില്ലല്ലോ? നിങ്ങൾക്കും BSc നഴ്സിംഗിന് ഇക്വലൻ്റ് ആകാം. നിങ്ങൾ GNM കോഴ്സ് കഴിഞ്ഞാൽ 2 വർഷത്തെ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് കോഴ്സുണ്ട്. ആ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് കോഴ്സ് കൂടി കഴിഞ്ഞാൽ നിങ്ങൾ BSc നഴ്സിംഗുകാർക്ക് തുല്യ യോഗ്യതയായി അംഗീകരിക്കും. നിങ്ങൾക്ക് MSc നഴ്സിംഗ് ചെയ്യാം. MSc നഴ്സിംഗ് കൂടാതെ തന്നെ MBA ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാം. മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്യാം. MHA MSc അനാറ്റമി ചെയ്യാം. BSc നഴ്സിംഗ് പഠിച്ച ഏതൊരു കുട്ടിക്കും ചെയ്യാവുന്ന ഉപരിപഠന സാധ്യതയും ജോലി സാധ്യതയും GNM കഴിഞ്ഞ കുട്ടികൾക്കും ഉറപ്പായും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും നിരാശപ്പെടേണ്ടതില്ല. നിങ്ങൾക്കും ഏറ്റവും മികച്ച നേഴ്സാകാനുള്ള അവസരമാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ എലിജിബിലിറ്റിക്ക് വേണ്ടിയും ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടിയും ഒക്കെ നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം. ദ കാൻബ്രിഡ്ജ് ഗ്ലോബൽ, തിരുവനന്തപുരം.